ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മമ്മി ആൻഡ് മീ കിച്ചൺ ഡയറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ്. തേങ്ങ പച്ചയ്ക്ക് അരച്ച ഒരു ചെമ്മീൻ കറി. കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു 1/4 മുറി തേങ്ങ, അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് മുളകും മല്ലിയും കൂടെ പൊടിച്ചതാണ്, അത് ഞാനൊരു 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഇതുപോലെ അരച്ചെടുക്കുക. പിന്നെ ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക്, ഞാനിവിടെ മൺചട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ മുഴുവനായിട്ടുള്ള ഉലുവ ഇട്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചെറുതായി കീറിയത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതൊരുവിധം സെറ്റായി വരുമ്പോൾ അതിൽ ഒരു സവാള അരിഞ്ഞത് നമുക്ക് ചേർന്ന് കൊടുക്കാം. സവാള ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പകരം ചെറിയുള്ളി വേണേൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. നല്ലോണം വഴണ്ട് വരുന്നവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് വേണ്ട പാകത്തിനുള്ള അത്ര ഉപ്പ് ഇപ്പം ചേർത്താലും കുഴപ്പമില്ല. ഇവിടെ സവാള ഇപ്പം നല്ലതായിട്ട് കളർ ടേണായി വരുന്നുണ്ട്. അതിലേക്ക് അരച്ചു വെച്ച അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം. അരപ്പും നമ്മളിട്ട ഉള്ളിയും എല്ലാം കൂടി നല്ലതായിട്ട് വഴണ്ട് വരണം. നല്ലതായിട്ടൊരു തിള വരണം. ഇപ്പോൾ തിളച്ച് വെള്ളമെല്ലാം പറ്റി തുടങ്ങി. അതിലേക്ക് ഒരു ചെറിയ സൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒന്ന് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിഴുപുളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തോട്ടുപുളി വേണേൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. പുളിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇവിടെ പുളിയും തക്കാളിയും എല്ലാം നല്ലതായിട്ട് യോജിച്ച് വെന്ത് തിളച്ച് വന്നു. ആ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി വെന്ത് വരുമ്പം പാകത്തിന് വേണ്ടത്ര വെള്ളം നമുക്ക് ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ചേറെ വെള്ളം വയ്ക്കാം, കാരണം ഇത് മൺചട്ടി ആയ കാരണം വെള്ളം വേഗം പറ്റി കിട്ടും. ഈ സമയത്ത് ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അരപ്പെല്ലാം നന്നായി തിളച്ച് വന്നു. ഇനി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിക്കുള്ള ഉപ്പ് ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. കാരണം ചെമ്മീനിൽ ഉപ്പ് പിടിക്കുമ്പം കറിക്ക് കുറച്ച് ലേശം ഉപ്പ് കൂടുതൽ ഇടുന്നത് നല്ലതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. ഇത് ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കൊരു 10 മിനിറ്റ് മതി ചെമ്മീൻ വേവാൻ. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചാറ് എത്ര പറ്റണോ അത്ര നേരം അതൊന്ന് തിളപ്പിച്ചെടുത്താൽ അത് പെട്ടെന്ന് പറ്റിക്കിട്ടും. ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാലും പെട്ടെന്ന് പറ്റിക്കിട്ടും ചാറ്. ഇതിപ്പം ഞാൻ റൈസിന് കഴിക്കാനായിട്ടുള്ള ഗ്രേവിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ചധികം ഗ്രേവി ഉണ്ട് ഇതിൽ. ഇതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കറിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.